ഗൈസ്, വെൽക്കം ടു ദിൽകുഷ്. അപ്പൊ നമ്മൾ ഇന്നൊരു വ്ളോഗ് ആദ്യത്തെ സീൻ ഇവര് കേൾപ്പിച്ചില്ല എങ്ങനെ എടുക്കണത്. എനിവേ നമ്മളൊരു വ്ളോഗ് എടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ദിൽകുഷിലെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്കിതിനെ കുറിച്ച് വലിയ പിടിപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തായാലും എടുക്കാം. ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങണം, നമ്മളെപ്പോഴും അങ്ങനെ ഇറങ്ങാറുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഒരു 2-3 days ആയിട്ട് ഷൂട്ട് കാര്യങ്ങളായിട്ട് ആളിവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. അവൈലബിൾ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഹലോ ഹലോ, എവിടെയാണ്? ഞാനിവിടെ കൊച്ചി. അപ്പം എന്തായാലും ചേച്ചി അവിടെ ഉണ്ട്, ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഒരു കട്ടനം കുടിച്ചൊക്കെ ഇരിക്കാന്നാ പറഞ്ഞത്. നമുക്ക് ചെന്നങ്ങ് റെസ്റ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞത്. അതങ്ങ് നമുക്ക് നശിപ്പിക്കാം. ചെന്ന് നോക്കാം. എന്തേലും സാധനം ചേച്ചിക്ക് അല്ലടാ, എന്തേലും ചേച്ചിക്ക് മേടിക്കണം. പക്ഷെ എന്ത് മേടിക്കും? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിയുടെ മോന് ഗിഫ്റ്റ് ചെയ്യാൻ ഞാൻ മേടിക്കുന്നതാണ്. പക്ഷെ അല്ല, ചേച്ചി ഇതിൻ്റെ ഭയങ്കര ഫാനാണ്. ചേച്ചിക്ക് ഈ മിനിയേച്ചർ സാധനങ്ങളോട് ഇങ്ങനെ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ മിനിയേച്ചർ എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോകുമ്പോൾ ഇതൊരെണ്ണം മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഫ്ലാറ്റ്. ഇതിന് മുന്നേ ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരു ദിവസം നൈറ്റ് സ്റ്റേ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പം ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. നമുക്ക് എന്തായാലും അവിടെ ചോദിച്ചോ. ഒരു 2 എന്നല്ലേ പറഞ്ഞത് വന്നത്, പക്ഷെ മറന്നേ പോയി. ഇങ്ങോട്ട് നിൽക്ക് അതായത് ചേച്ചി. ചുമ്മാ നിന്നോട് ഞാൻ ചോദിച്ചില്ലേ ഉണ്ടോന്ന്. ഹലോ ഇങ്ങനൊക്കെ പറഞ്ഞു വരണട്ടോ. ഹലോ ഞാനും ക്യാമറയും കൂടെ ചാടേ. ക്യാമറയോട് ഇരിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തോ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു വിചാരിച്ചപ്പോ മൈക്കല്ലേ. പിന്നെ നിനക്ക് സർപ്രൈസ് കൊണ്ടുവരാന് എന്ത് കാര്യത്തിന്? പിന്നെ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്കൊക്കെ വന്ന് കേറുമ്പോ പിന്നെ ഞങ്ങള് വന്നതാണ് സർപ്രൈസ്. സർപ്രൈസ് നല്ലടാ ഞങ്ങളുടെ നാട്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് വേറൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ചിലപ്പോ സ്വസ്ഥായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണേ. ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാവരുടെയും വീട്ടില് പോയി സാധാരണ അടുക്കളയായിട്ടാണ് ആദ്യം കേറാറ്. അല്ല അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് എനിക്ക് ഓൾറെഡി അറിയാം. കാരണം ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് പിന്നെ പ്രശ്നമില്ല. ഇതാണ് വീട്ടിൽ ആരെയും കേട്ടാത്ത മനസ്സിലായി. ഇതുപോലൊക്കെ കയറി മനുഷ്യന്മാർ. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ, സമാധാനമായിട്ട് റെസ്റ്റ് ചെയ്ത് ചായ കുടിച്ചിരിക്കണം, അത് കളയാൻ വേണ്ടി പോണേന്ന് പറഞ്ഞു. ചായ കുടിച്ച് കഴിഞ്ഞത് സമാധാനം. സിനിമ എന്താ ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉള്ളു, അതും തീരാറായി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ ചേച്ചിന്റെ ഫ്ലാറ്റ്. ഇതാണ് ചേച്ചി. ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു സാധനം പറഞ്ഞില്ലേ, നോക്ക്. ചേച്ചി ഭയങ്കര ഫാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയൊന്നുമില്ല, പക്ഷെ കയ്യിലെപ്പോഴും ഉണ്ടാവും. ദാ ഈ സാധനം ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. കാണിച്ചു. ഇതുണ്ടോ? ഇത് ആക്ച്വലി ഞാൻ ചേച്ചിനോട് ഭയങ്കരമായിട്ട് പരിചയമുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര കമ്പനിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോട്ടെ. അപ്പം എൻ്റെ മൈൻഡിൽ ചേച്ചി മറ്റേ കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഒരു സംഭവമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ചേച്ചിൻ്റെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ആളി അവിടെ പോയി എന്നിട്ട് മറ്റേ സാധനം ജഡ്ജമ്മ ആ സാധനമൊന്നും അല്ലാതെ എനിക്ക് മനസ്സിലായി. പിന്നീട് കമ്പനി ആയപ്പോൾ മനസ്സിലായിട്ടോ ഭയങ്കര സ്വീറ്റ് ആണ് എന്ന് മനസ്സിലായി. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി തള്ളുന്നതൊന്നുമല്ല ശരിക്കും. പക്ഷെ ചേച്ചിക്കൊരു എന്താ പറയുക കുറച്ച്
ടൈം എടുക്കും ഒന്ന് ആൾക്കാരായിട്ട് കമ്പനി ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ഭയങ്കര മുത്താണ്. അത് ഞാൻ പറയും യെസ്. എന്നിട്ട് എന്താണ് ഇത് ഈ വധമാണോ നിങ്ങളുടെ? ഈ വധമൊന്നും അല്ല, നമുക്ക് പോവാം. വാ, എങ്ങോട്ട് പോണു? എന്തായാലും കഴിക്കാം. ഇപ്പൊ എന്തോ വെറുതെ ഇരിക്കല്ലോ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. വാ. ഞാൻ ഡ്രസ്സ് മാറി ഇങ്ങനെയൊക്കെ വരും എങ്ങനെയാ? ഇതാണ്, നമുക്ക് കുഴപ്പമില്ല. അല്ല എനിക്ക് കുഴപ്പമുണ്ട്. കുറച്ച് നേരം നിങ്ങൾ ഇവിടെ ഇരിക്കും, ചേച്ചി ഡ്രസ് മാറി വരട്ടെ, പോയിട്ട് വാ. ക്യാമറ ഒരുക്കൂ. അപ്പൊ ചേച്ചി ഡ്രസ് മാറി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടേക്ക് വന്നിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി ഒന്ന് എടുക്കാൻ പറഞ്ഞു ഗൈസ്, എന്റെ കാർ എടുക്കാൻ പറഞ്ഞു ഗൈസ്. തന്നെ വണ്ടി എടുത്ത് എന്നെയും കൊണ്ട് പോയി അവസ്ഥ. അപ്പൊ നമ്മൾ ഇന്ന് ക്യൂൻസ് വൈറ്റാട്ടോ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു യുവർ ഫോൺ സെൽഫി. നീ പക്ഷെ എടുക്കണം. ഞാൻ എടുക്കാം. നല്ല ലേറ്റ് ആയിരിക്കും. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. വേഷം കെട്ടിന് പിന്നെ വെറുതെ വീട്ടില് കട്ടൻ ചായ കുടിച്ചിരുന്ന് എന്നെ വിളിച്ചു വരുത്തിട്ടൊന്നും തിന്നാൻ ശാപം കിട്ടും. ആക്ച്വലി നമ്മള് ചേച്ചിക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പ് ഇവിടെ കാണുന്നില്ല. അതൊരു വാനാണ്. അപ്പോൾ അവര് വന്നിട്ടാ പോവാ ചെയ്യുക. പക്ഷെ ഇന്നതില്ല. പക്ഷെ ഒട്ടും പേടിക്കണ്ട, അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഈ സെയിം സാധനമുള്ള ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട്. എനിക്ക് മര്യാദക്ക് എന്തെങ്കിലും തിന്നാൻ അതും ടേസ്റ്റ് ഉണ്ടാവണം. ചേച്ചി ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. ഇവിടെ എനിക്ക് വാങ്ങിച്ചാരാന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തീപ്പൊരി ആയിട്ട് കഴിക്കാൻ തീരുമാനിച്ചിട്ട് തീപ്പൊരി തട്ടുകട. യെസ്, ഞങ്ങൾ തന്നെ നോക്കട്ടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചപ്പം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സനിക്ക് നാഗവതിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ അപ്പൊ ഇതിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ബ്രെഡ് ബീഫ് സ്റ്റൂ, ബ്രെഡ് ഈ ചിക്കൻ, പാൽക്കപ്പ ഡക്ക്. ഇത് കഴിച്ചിട്ട് പറയാം. ഇതാണ് ഇവിടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കഴിച്ചിട്ട് പറയാം. എല്ലാം സ്പെഷ്യലാണ്. ഇതെന്റെ, ഇത് ഇവളുടെ, ഇത് ക്യാമറയുടെ. ഇത് പറയാൻ വേണ്ടിട്ട് പക്ഷെ കണ്ടിട്ട് കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് മണമൊന്നുമില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മണമുണ്ട് നിനക്ക്. ഒന്നുമില്ല. അല്ല, ടേസ്റ്റി ആണോ എന്ന് മണത്തോട് ചേട്ടൻ മേടിച്ചു. ചേട്ടനെ കൂടെ കാണിച്ചേക്ക്. അതിന് വേണ്ടിട്ടാ. ഇനി നീ അത് ഓഫ് ചെയ്തിട്ട് കഴിക്കാമോ? കൊള്ളാം. അതും കൊള്ളാം. ഞാൻ ഇത് തരാം. എങ്ങനെയുണ്ട്? ക്യാമറ ബാക്കിൽ നിന്നും നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഒരു പേടിച്ചു വന്നു കേട്ടോ. എന്തേലും അല്ല ചൂടുണ്ടോ? നല്ലതല്ലേ? കൊള്ളാം. വീഡിയോക്ക് വേണ്ടിയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പറ. ഞാൻ കയറ്റിയ കട ആയതുകൊണ്ട് നല്ല ഫുഡായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് അവര് നമുക്ക് കപ്പ ബിരിയാണി തന്നോട്ടെ കുറച്ച് കഴിക്കാനായിട്ട്. കിടിലൻ ടേസ്റ്റ്. അപ്പൊ ആരെങ്കിലും ക്യൂൻസ്വേൽ വരുന്നുണ്ടെങ്കിൽ ഈ തീപ്പൊരി തട്ടുകടയിൽ വന്നോട്ടെ. അതെ, നല്ല കിടില സ്ഥലമാണ്. നൈസാണ്. കൊള്ളാം. നല്ല പ്രകൃതി രമണിയല്ലേ? ഇനി എന്ത് വേണം? കോഫി? നോ. അയ്യോ, നല്ല എന്താ പറയാ, സ്പൈസി ആയിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം അതിന്റെ കൂടെ ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ തരില്ല. നോ. ദെൻ ഐസ്ക്രീം? ഓക്കെ, കം ഓൺ.
ഈ നാട്ടിൽ ചുമക്കുമ്പോ അത് യെസ് ആണ്. അങ്ങനത്തെ യൂസ് ചെയ്യില്ല, എനിക്ക് മൈഗ്രെയിൻ എനിക്ക് ഒരു പരിധി കൂടുതലുള്ള മണങ്ങളൊന്നും പറ്റില്ല, അറിയില്ല. അവിടെ കിടന്ന് മാംഗോ ഉണ്ടോ എവിടെ? ഞാൻ മാംഗോ. ആണോ? നീ? ഞാനും മാംഗോ. ക്യാമറ ചോക്ലേറ്റ്. ക്യാമറയ്ക്ക് ചോക്ലേറ്റ്. ക്യാമറ എപ്പോഴും ചോക്ലേറ്റ് ആണ്. ഒരു ചോക്ലേറ്റ്. അയ്യോ ആക്രാന്തത്തിൽ മൈക്ക്. ഗുഡ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഫ്ലാറ്റിട്ട് പോകാൻ പോവാണ്. നല്ല മഴയുണ്ട്, നല്ല വൈബാണ്. പിന്നെ മഴ നനയാൻ കാറിൽ പിന്നെ തിരിച്ച് കയറിനോട് നനയുന്നില്ല. ബൈ. ഹലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു? എല്ലാം ഇഷ്ടപ്പെട്ടു. അയ്യോ ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. നല്ല മഴയാണ്. കണ്ണ് കാണുന്നില്ല നമുക്ക്. ചെറുതായിട്ട് കണ്ണാണ് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മഴയും ഇരുട്ടും കാരണം കണ്ണ് കാണുന്നില്ല. ഊഹിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ കേട്ടോ. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, സഹൃദയരായ നാട്ടുകാരെ, അഞ്ജന മോഹൻ വളരെ നന്നായി പാട്ട് പാടുന്ന ഒരു കഴിവുള്ള കുട്ടിയാണ്. നമുക്ക് അഞ്ജന മോഹന്റെ ഒരു പാട്ടാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ചേച്ചി ഇമാതിരി തള്ളിയിട്ട് പാടുമ്പോ അടിയിൽ കമന്റ് വരും. അത് സാരില്ല, ഞാനും ചിലപ്പോ കമന്റ് ഇട്ടുന്നൊക്കെ ഇരിക്കും. അത് പക്ഷെ ഇവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ. നീ പാടങ്ങോട്. എടാ റൂട്ട് കറക്റ്റ് അല്ലേ മോനെ? അതെ, വന്ന വഴിയാണത്. ഓക്കെ, പാടാൻ പോവാണേ. പാടി കടുവായെ കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ, അയ്യ കമോൺ എവരിബഡി. ഇത് കിട്ടിയോ? അപ്പൊ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. നല്ലൊരു ടൈം ആയിരുന്നു സ്പെൻഡ് ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വ്ളോഗാണെന്ന് ഫീൽ ചെയ്യിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. അച്ചോടാ ഭയങ്കര ക്യൂട്ടാണല്ലോ. ഞാൻ പോന്നപ്പോ മേടിച്ച നിനക്ക് ക്യൂട്ടായി എന്തെങ്കിലും കൊണ്ടുവരാൻ തോന്നി. നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടോ? ക്യൂട്ട്. തുറക്കൂ. ഹായ്. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നു. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ അതെന്റെ സ്റ്റാൻഡാണ്. ഇത് അപമാനമുള്ള തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഇതാന്ന് അറിയാം. ഞാൻ വേറെ എന്ത് ഗിഫ്റ്റ് ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ചാൽ പോലും ആൾക്ക് അതിനോട് ഇങ്ങനെ വാവ് സാധനം കിട്ടൂല. ഓക്കെ ആ സാധനം കിട്ടൂല. അത് കൊള്ളാം. കൂട്ടത്തിലെടുത്ത ആൾ അവിടെ വന്നോ. എൻ്റെ ടീമുകളുടെ ഒപ്പം പുതിയ ഒരാൾ. ഇതിന് ഓരോന്നും ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചേക്കുന്ന കേട്ടോ. ആ തലയാട്ട് ബൊമ്മ തഞ്ചാവൂര്, പിന്നെ ആ ചെറിയ ആനക്കുട്ടികൾ ആഗ്ര, ആ ഫ്രണ്ടിലിരിക്കുന്ന ഗണപതി, പിന്നെ ഒരു സാധനം കൂടിയുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പിക്കാണ്. എനിക്ക് വയ്യത് ഭയങ്കര സെറ്റാണ്. ഞങ്ങള് വളരെ ഈ പിക്കിൽ അധികം അങ്ങനെ ഭംഗിയുള്ള പിക്ക് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ഇതിൽ എന്താ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കര ഒരു വൈബ് ഇഷ്ടമാണ്. ഇപ്പൊ ചുമ്മാ ഇങ്ങനെ പിക്സ് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പിക്കാണ്. അത് കൊള്ളാം. എന്റെ മമ്മി വിളിക്കുന്നല്ലോ. എടുത്തോ.
ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡേ അവസാനിച്ചു. കുറേ നേരം സംസാരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നുന്നു. കളിയാക്കാനാണ് ഞാൻ പറയട്ടെ. വ്ളോഗ് എടുക്കുക എന്നുള്ള ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കൂടെ നടക്കാറും സംസാരിക്കാറൊക്കെ. അപ്പം നമുക്ക് ചേച്ചിനോട് ചോദിക്കാം. പറയൂ. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇത്രയും പോർഷനാണ്. ഞങ്ങളിത് ഒരു 6 മണി 6:30 തുടങ്ങിയ പരിപാടിയാണ്. രാത്രി 10:30 ആയിട്ടുണ്ട്. ഏകദേശം 10:30 ആയിട്ടുണ്ട്. ഇതില് വ്ളോഗ് എപ്പോഴെടുത്തത് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ കുറെ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും 10:30 ആയി. ഇനിയെങ്കിലും വീട്ടിൽ പോകണമെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾക്ക് വീടുണ്ട്, വീട്ടിലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി വ്ളോഗോട് കൂടെ വ്ളോഗ് ഇല്ലാണ്ടോ കാണാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പിരിയാണ്. ഇപ്പൊ ഷൂട്ടും തുടങ്ങാറായി. എങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു? എൻജോയ് ചെയ്തു. ക്ഷീണിച്ചു പോയി. എൻജോയ് ചെയ്തിട്ടാ. നല്ല ഫുഡ് വാങ്ങിച്ചു തന്നു, ഐസ്ക്രീം മേടിച്ചു തന്നു. അതൊന്നും പറയണ്ട, കുഴപ്പമില്ലേ? ഇല്ല, തന്റെ മനസ്സിൽ എങ്ങനെ ഫീൽ ചെയ്തു? അതൊക്കെ ഭയങ്കര സന്തോഷം. എനിക്ക് ഒരാളുടെ മനസ്സിലേക്ക് വയറ്റിലൂടെ കേറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണ്. ഫുഡിലൂടെ ആ ഫുഡ് ഇവൾ ഉണ്ടാക്കി തന്നില്ലേ, എനിക്ക് വാങ്ങിച്ചു തന്നില്ലേ, മാത്രേ ഉള്ളൂ. പിന്നെ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ക്യാമറ വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ ചലിപ്പിച്ചോണ്ടിരിക്കുന്ന ആള് നല്ല എന്റർടൈനിങ് ആയിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. ചേച്ചി നമ്മുടെ കൂടെ കൂടിയതിനും ഭയങ്കര സന്തോഷം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഓക്കെ നീ വാ, ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് വാ എന്നാ പറഞ്ഞത്. അപ്പോൾ ചേച്ചീനെ പോലൊരു ആർട്ടിസ്റ്റൊക്കെ അങ്ങനെ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ്. ഞാൻ ഒഫീഷ്യലി പറയാണ്. ആ ഒരു കളി തമാശയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒഫീഷ്യലി പറയാണ്. കാരണം ചേച്ചിക്ക് അത്രയും തിരക്കുണ്ട്, ചേച്ചിക്ക് വീട്ടിൽ പോകണം. ഇപ്പൊ കൊച്ചിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയമൊക്കെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കാണിച്ച മനസ്സിന് വലിയ താങ്ക്സ്. വെൽക്കം. അപ്പൊ ഇത് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം, ബൈ. അപ്പോൾ ഞാൻ ഈ ഡേ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗ് പോലെ ആയോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളിവിടെ വന്ന ചേച്ചി നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു. സോ ഇതാണ് എൻ്റെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ഒഫീഷ്യലി നമ്മൾ പറയുന്ന സാധനമായിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.